ജോൺ ആയിരിക്കും ധൈര്യശാലി നമ്പർ 1. ഈ ജോൺ അല്ലാതെ ഫുർഫുറി നഗരത്തിൽ വേറെ ഏത് ധൈര്യശാലിയാ ഉള്ളത്? ഒരിക്കലും കാണില്ല. ജോണേ, പറയാനൊക്കെ നല്ല എളുപ്പമാണ്. നീ ഈ പഴഞ്ചൊല്ലൊന്നും കേട്ടിട്ടില്ല അല്ലേ? കേട്ടിട്ടുണ്ട്. കള്ളനെ നമ്പിയാലും നിന്നെ പോലുള്ള കുള്ളന്മാരെ നമ്പാൻ പാടില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ പഴഞ്ചൊല്ല് കേൾക്കുമെന്താ നിന്റെ മുഖം ചുമക്കുന്നത്? ഇങ്ങനത്തെ പഴഞ്ചൊല്ലൊക്കെ നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 10 പഴഞ്ചൊല്ലുകൾ നിനക്ക് ശരിക്കും ഫിറ്റ് ആവുന്നുണ്ടെന്നാ. പത്ലു, വെയിറ്റ് ആൻഡ് വാച്ച്. ഈ ഫുർഫുറി നഗരത്തിലെ ഏറ്റവും വലിയ ധൈര്യശാലി ഈ ജോൺ ദി ഡോൺ ആണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം. നമ്പർ 2, നീ കളിപ്പാട്ടത്തിനകത്ത് കയറ്. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെയൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണ. ഇത് ഞാൻ എന്റെ ഫ്രണ്ടും ഫേമസ് സയന്റിസ്റ്റുമായ ഒരു സുഹൃത്തിന്റെ അടുത്ത് നിന്ന് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. നമ്പർ 2, ചെവി തുറന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. ഞാൻ ചെവി തുറന്ന് കേൾക്കാനല്ലേ പറഞ്ഞത്, അല്ലാതെ വായി കൂടെ പുറത്തു വരാനല്ലല്ലോ. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കൂ. നമ്പർ 2, ഹക്കും ചക്കും ഭാഗ്യം ചമ്മ കൂഹി ജഖ. പത്ലു, ഈ ധൈര്യശാലി മത്സരത്തിൽ അങ്ങനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിലൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഫുർഫുറി നഗറിലുള്ള ജനങ്ങളാണ് ഈ നാട്ടിലെ ധൈര്യശാലി ആരാണെന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ ജോൺ, അവനാണ് ഫുർഫുറി നഗറിലെ നല്ല ധൈര്യശാലി എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ചായക്കടക്കാരൻ ചേട്ടാ, എത്രയും പെട്ടെന്ന് എന്റെ ബോസിന് വേണ്ടി സമോസ പാക്ക് ചെയ്യൂ. ഓടിക്കോ, ഇവരെ കൊണ്ട് ഓടിക്കോ. ഇത്ര വലിയ ആനക്കൊണ്ട എവിടുന്നാ വന്ന? അയ്യോ, ഓടിക്കോ. രക്ഷിക്കൂ. നിന്നെ രക്ഷിക്കരുത്, ജോൺ എത്തിയിരിക്കുന്നു. നമ്പർ 1, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്തിനു നിന്റെ ബോസ് ജോണുണ്ട്.